എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 34-ലെ 6 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കി പോവാം അല്ലെ. ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് എത്തുക കേട്ടോ. ഏതെങ്കിലും ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതിയേ. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയും വേണം കേട്ടോ. ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം അല്ലെ. 2 മീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. ഇതിലൊരു കഷ്ണത്തിന്റെ 1/4 ഭാഗത്തിന്റെ നീളം എത്ര മീറ്റർ ആണ്? ഇത് എത്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ പറഞ്ഞു പോകാവേ. എങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഒരു കയറ്, എന്താ പറഞ്ഞേക്കുന്നത്, ഒരു കയറ്. ആ കയറ് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കയർ എത്ര മീറ്റർ ആണ്? 2 മീറ്റർ ആണ്. ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായിട്ട് ഇതിനെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 5 കഷ്ണങ്ങളായിട്ട് മുറിക്കാവേ. മിസ് വരയ്ക്കുമ്പോൾ ഒരേ നീളാണെന്ന് തോന്നിയില്ലെങ്കിലും ഒരേ നീളാണെന്ന് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കി വെക്കണേ. 1, 2, 3, 4, 5. അപ്പൊ 5 കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചു കേട്ടോ. ഇനി പറഞ്ഞേക്കുന്നത് ഇതിലൊരു കഷ്ണത്തിന്റെ 1/4 ഭാഗത്തിന്റെ നീളം എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് ഒന്നാമത്തെ കഷ്ണമല്ലേ, ഈ കഷ്ണത്തിനെ ജസ്റ്റ് മിസ് ഒന്ന് മാറ്റി വരച്ചു കേട്ടോ. ഈ കഷ്ണത്തിന് എന്ത് ചെയ്തു, ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഇതിൽ എത്ര ഭാഗത്തിന്റെ നീളം കണക്കാക്കാനാ പറഞ്ഞേക്കുന്നത്? 1/4 ഭാഗത്തിന്റെ. 1/4 എന്ന് വെച്ചാൽ ഏകദേശം ഈ ഫസ്റ്റ് മുതല് ഇവിടം മുതല് ഇവിടം വരെയുള്ള നീളം ഒരു 1/4 ഭാഗമാണ് എന്ന് നമുക്ക് പറയാം അല്ലെ, ശരിയല്ലേ? അപ്പൊ ഈ 1/4 ഭാഗത്തിന്റെ നീളം എത്ര മീറ്റർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം, ആകെ കയറിന്റെ നീളം. അപ്പൊ മിസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മള് മാത്സ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, മിസ്സിന്റെ കൂടെ തന്നെ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തു വെക്കുക. എന്നിട്ട് മിസ് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മാത്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് എളുപ്പമാവും കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ആകെ കയറിന്റെ നീളം. അപ്പൊ നമുക്ക് എഴുതാം അല്ലെ, സ്റ്റെപ്പ് എഴുതി വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ആകെ കയറിന്റെ നീളം, ആകെ കയറിന്റെ നീളം എത്രയാണ്? ആകെ കയറിന്റെ നീളം എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് അല്ലെ. ആകെ കയറിന്റെ നീളം എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 2 മീറ്റർ ആണ്. കയറിന്റെ ജസ്റ്റ് ഒന്ന് മിസ് മാറ്റട്ടെ, നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓക്കെ, ആകെ കയറിന്റെ നീളം 2 മീറ്റർ ആണ് അല്ലെ. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്, നമ്മൾ 5 കഷ്ണങ്ങളായിട്ട് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ 5 കഷ്ണങ്ങളായി ഭാഗിച്ചപ്പോ ഈ ഒരു ഭാഗത്തിന്റെ നീളം, അതേപോലെ ഈ ഒരു ഭാഗത്തിന്റെ നീളം, ഈ ഒരു ഭാഗത്തിന്റെ നീളം ഇല്ലേ, ശരിയല്ലേ? ഇതിൽ ഓരോ ഭാഗത്തിന്റെ നീളം എത്രയാണെന്ന് നമുക്ക് അറിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഒരു കഷ്ണത്തിന്റെ നീളം, ഒരു കഷ്ണത്തിന്റെ നീളം 5ആയി ഭാഗിച്ചപ്പോൾ ഒരു കഷ്ണത്തിന്റെ നീളമാണ്. 5ആയി ഭാഗിച്ചപ്പോൾ ഒരു കഷ്ണത്തിന്റെ നീളം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ എത്ര മീറ്റർ ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്? 2 മീറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ 2 ഇൻറ്റു ഒരു കഷ്ണത്തിന്റെ നീളമല്ലേ കാണേണ്ടത്, 1/5 എന്ന് കിട്ടും അല്ലെ. എങ്ങനെയാ 2 ഇൻറ്റു 1/5 വരുന്നത്? നമ്മൾ 1 എന്ന് പറയുന്ന ഒരു കഷ്ണത്തിന്റെയാണ് നീളം നമുക്ക് കണക്കാക്കേണ്ടത്. അത് എത്രയായിട്ട് നമ്മൾ ഭാഗിച്ചിട്ടുണ്ട്? 5ആയിട്ട് നമ്മൾ ഭാഗിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ബൈ എത്ര ഇട്ടാൽ മതി? 5 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ 5ആയി ഭാഗിച്ചതിൽ ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2/5 എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. 2/5 എത്ര കിട്ടും? 5 എന്ന് കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കാണേണ്ടത്, ഇതിൽ ഒരു കഷ്ണത്തിന്റെ 1/4 ഭാഗത്തിന്റെ നീളം. അപ്പൊ എന്താണ് 1/4? ഒരു കഷ്ണത്തിന്റെ 1/4 ഭാഗത്തിന്റെ നീളം എന്ന് എഴുതാം കേട്ടോ. ഒരു കഷ്ണത്തിന്റെ 1/4 ഭാഗത്തിന്റെ നീളം, ഒരു കഷ്ണത്തിന്റെ 1/4 ഭാഗത്തിന്റെ നീളം. ഓക്കെ, എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇതിൽ ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുവച്ചിട്ടില്ലേ, എത്രയാണ്?
2/5 ആണ് അല്ലെ. ഈ 2/5 മുക്കാൽ ഭാഗത്തിന്റെ നീളമാണ് നമുക്ക് കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 2/5 ഇൻറ്റു മുക്കാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സംഖ്യകളാണ് എടുക്കുന്നത്? 3/4 എന്നാണ് കേട്ടോ എടുക്കുന്നത്. മുക്കാൽ എന്ന് പറയുമ്പോൾ ഏത് സംഖ്യ എടുക്കുന്നത്? 3/4 എന്ന് പറയുന്ന സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഒരു കഷ്ണത്തിന്റെ മുക്കാൽ ഭാഗത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2/5 എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 3/4 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം 2നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടുന്നത്? 6 എന്ന് കിട്ടും. 6/5 എത്ര കൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പൊ 6/, എത്ര കിട്ടും? 20 എന്ന് കിട്ടും അല്ലെ. 6/, എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കിയാലോ? 6ൽ നമുക്ക് ഏതിനെ വെച്ച്? 2നെ വെച്ച് ചെറുതാക്കാം അല്ലെ. 6ൽ എത്ര 2 ഉണ്ട്? 3 2ആണുള്ളത് കേട്ടോ. എത്ര 2ആണുള്ളത്? 3 2ആണുള്ളത്. ഇനി 20ൽ എത്ര 2 ഉണ്ട്? 20ൽ 10 2 ഉണ്ട് കേട്ടോ. 20ൽ എത്ര 2 ഉണ്ട്? 10 2 ഉണ്ട്. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അതേപോലെ 20നെ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 2 കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ. അപ്പൊ എത്രയാണ്? 3/10 മീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം അല്ലെ. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 100 കൊണ്ട്. അപ്പൊ എങ്ങനെയാ വരുന്നത്? 3/10 ഇൻറ്റു എത്ര വരും? 100 എന്ന് വരും അല്ലെ. 3/10 ഇൻറ്റു എത്രയാണ്? 100 എന്ന് വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 കഴിഞ്ഞിട്ട് ആരെ എഴുതാ? ഇൻറ്റു എത്ര എഴുതാ? 100 എഴുതാ അല്ലെ. 3 ഇൻറ്റു 100 താഴെ എത്ര എഴുതുക? 10 എഴുതുക കേട്ടോ. അപ്പൊ എത്രയാണ്? 3 ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. 300/, എത്ര വരും? 10 എന്ന് വരും കേട്ടോ. 300/, എന്ത് വരും? 10. ഇനി നമുക്ക് ഈ താഴെ കിടക്കുന്ന 0 വെട്ടാം, മുകളിൽ കിടക്കുന്ന 0 വെട്ടാം അല്ലെ. ഇനി അവിടെ ബാക്കിയുള്ള ആൾക്കാരെ നോക്കിക്കേ. 30 ഉണ്ട്, പിന്നെ താഴെ ആരാ ഉള്ളത്? ഒരു 1 ഉണ്ട് അല്ലെ. 30 ഉണ്ട്, പിന്നെ താഴെ ആരാ ഉള്ളത്? 1 ഉണ്ട്. 30ൽ 1 എത്ര പ്രാവശ്യമാണ്? 30 പ്രാവശ്യമാണ് അല്ലെ. 30ൽ 1 എത്ര ഉണ്ട്? 30. അപ്പൊ എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടും? 30 സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. എത്ര സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്? 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. സെറ്റ് ആണോ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. 3 ലിറ്റർ വെള്ളം. എത്ര ലിറ്റർ വെള്ളമുണ്ട്? 3 ലിറ്റർ വെള്ളമുണ്ട്. ഒരേപോലുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലുള്ള 5 കപ്പുകളിൽ നിറച്ചു. അപ്പോൾ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അതെത്ര മില്ലി ലിറ്റർ ആണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിയേ. നമ്മുടെ കയ്യിൽ 3 ലിറ്റർ വെള്ളമുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? 3 ലിറ്റർ വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ ഈ 3 ലിറ്റർ വെള്ളം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 4 കുപ്പികളിൽ നിറച്ചു. അപ്പൊ മിസ് ഇവിടെ 4 കുപ്പി വരയ്ക്കാവേ. ഇത് 1ാമത്തെ കുപ്പി, ഇത് 2ാമത്തെ കുപ്പി, ഇത് 3ാമത്തെ കുപ്പി, ഇത് 4ാമത്തെ കുപ്പിയാണ്. മിസ്സിന് കുപ്പി വരയ്ക്കാൻ അത്ര അറിയത്തില്ല. നിങ്ങൾ കുപ്പിയായിട്ടൊന്ന് കൺസെപ്റ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഇതിലൊരു കുപ്പിയിലെ വെള്ളം. അങ്ങനെ നമ്മൾ ആദ്യത്തെ കുപ്പി ആയിക്കോട്ടെ. ഈ കുപ്പി മിസ് ഇതാ അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. ഇതൊരു കുപ്പിയിലെ വെള്ളം. കുപ്പി ആയില്ലല്ലേ. ഓക്കെ, ഇതാ കുപ്പി മിസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലെ ഒരു കുപ്പിയിലെ വെള്ളം എന്താ ചെയ്തത്? ഒരേപോലുള്ള 5 കപ്പുകളിൽ നിറച്ചു. അങ്ങനെ ഈ ഒരു കുപ്പിയിലെ വെള്ളം എടുത്തിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാല് 5 കപ്പിൽ നിറച്ചിട്ടുണ്ട്. ഇതൊരു കപ്പാണ്, ഇതൊരു കപ്പ്, ഇത് 2ാമത്തെ കപ്പ്, ഇത് എത്രാമത്തെ കപ്പാണ്? 3ാമത്തെ കപ്പ്, ഇത് 4ാമത്തെ കപ്പ്, ഇത് എത്രാമത്തെ കപ്പാണ്? 5ാമത്തെ കപ്പ്. അപ്പൊ എത്ര കപ്പിൽ നിറച്ചിട്ടുണ്ട്? 5 കപ്പിൽ നമ്മൾ നിറച്ചു കേട്ടോ. ഇനി ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അപ്പൊ കണക്കാക്കേണ്ട കാര്യം എന്താ വെച്ചാല് 3 ലിറ്ററിനെ നമ്മൾ 4 കുപ്പിയിലാക്കി. അതിൽ നിന്ന് ഒരു കുപ്പിയിലുള്ള വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്തു? 5 കുപ്പിയിലേക്ക് നിറച്ചു. നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഈ നമ്മൾ നിറച്ചില്ലേ, ഈ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്ന് കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ സിമ്പിൾ ആണ്, നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ മിസ് ഈ കുപ്പികളൊക്കെ ഒന്ന് മായ്ക്കുകയാണെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് ഇതൊക്കെ വരച്ചത് കേട്ടോ. അപ്പൊ മിസ് കുപ്പികളൊക്കെ ഒന്ന് മായ്ക്കുകയാണെ. അപ്പൊ നമുക്ക് എഴുതിയാലോ. ആകെ എത്ര ലിറ്റർ വെള്ളം നമ്മൾ എടുത്തുള്ളത്? 3 ലിറ്റർ വെള്ളമാണ് അല്ലെ. അപ്പൊ ആകെ വെള്ളം എന്ന് എഴുതാം അല്ലെ. ആകെ വെള്ളം എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ്? 3 ലിറ്റർ ആണ് കേട്ടോ. ആകെ വെള്ളം എന്ന് പറയുന്നത് 3 ലിറ്റർ ആണ്. ഇനി നമുക്ക് ആ വെള്ളത്തെ 4 കുപ്പിയിലായിട്ട് നിറച്ചില്ലേ? നിറച്ചു അല്ലെ. അതിലൊരു കുപ്പിയിലെ ജലത്തിന്റെ അളവ് കണ്ടുപിടിക്കുക കേട്ടോ. ഒരു കുപ്പിയിലെ വെള്ളം, ഒരു കുപ്പിയിലെ വെള്ളത്തിന്റെ അളവ്.
ഒരു കുപ്പിയിലെ വെള്ളം. ഒരു കുപ്പിയിലെ വെള്ളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളെ കയ്യിൽ എത്ര ലിറ്ററാണ് ഉള്ളത്? 3 ലിറ്റർ ആണുള്ളത്. 3 ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? 4 കുപ്പിയിലായിട്ട് നിറച്ചു അല്ലെ. 3 ലിറ്ററിനെ എത്ര കുപ്പിയിലായിട്ട് നിറച്ചു? 4 കുപ്പിയിലായിട്ട് നിറച്ചു. അതിൽ എത്ര കുപ്പിയിലെ നമുക്ക് കണ്ടാൽ മതി? ഒരു കുപ്പിയിലെ കണ്ടാൽ മതി. അപ്പൊ എന്താ വരുന്നത്? 3 ലിറ്റർ ഇൻറ്റു 1/4 എന്ന് വരും അല്ലെ. ഇനി 3നെ 1 കൊണ്ട് ഗുണിച്ച് ഇപ്പൊ എത്ര കിട്ടുന്നത്? 3 താഴെ എത്ര എഴുതണം? 4 എന്ന് വരും കേട്ടോ. അപ്പൊ ഒരു കുപ്പിയിലെ വെള്ളം എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇത് ഒരു കുപ്പിയിലെ വെള്ളം നമ്മൾ എത്ര കുപ്പിയിലേക്കായിട്ട് നിറച്ചു? അപ്പൊ ഒരു കുപ്പിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് 3/4 ലിറ്റർ ആണ് നമ്മളെ ഒരു കുപ്പിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് അല്ലെ. ഇനി ഈ ഒരു കുപ്പിയിലുള്ള വെള്ളത്തിന് നമ്മൾ 5 കപ്പിലേക്കായിട്ട് നിറച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 5 കപ്പിലേക്ക് നിറച്ചപ്പോൾ ആ ഒരു കപ്പിൽ 5 കപ്പിൽ നിറച്ചതിൽ ഒരു കപ്പിൽ എത്ര ജലമുണ്ട് അല്ലെങ്കിൽ എത്ര വെള്ളമുണ്ട് എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കാം അല്ലെ. 5 കപ്പിൽ നിറച്ചാൽ എഴുതാം കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രാൻഡ് ആക്കി എഴുതിയേക്കാം. 5 കപ്പിൽ നിറച്ചാൽ 5 കപ്പിൽ നിറച്ചാൽ ഒരു കപ്പിലെ വെള്ളം. ഒരു കപ്പിലെ വെള്ളം. ഓക്കെ, എങ്ങനെ കാണുന്നേ? ഒരു കപ്പിലെ വെള്ളം എങ്ങനെ കാണും? നമ്മൾ ഒരു കുപ്പിയിലെ വെള്ളമല്ലേ എടുത്തത്? ഒരു കുപ്പിയിലെ വെള്ളം എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആയിരുന്നു? 3/4 ലിറ്റർ ആയിരുന്നു അല്ലെ. അതിനെ നമ്മൾ എന്ത് ചെയ്തു? എത്രയായിട്ടാ ഭാഗിച്ചത്? 5 ആയിട്ട് ഭാഗിക്കുകയാണ് ചെയ്തത് അല്ലെ. എത്രയായിട്ട് ഭാഗിക്കുകയാണ് ചെയ്തത്? 5 ആയിട്ട് ഭാഗിക്കുക. അതിൽ ഒരു കുപ്പിയുടെ ഒരു കപ്പിലെ അളവല്ലേ കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളെ കയ്യിലുള്ളത് ആകെ ലിറ്റർ എന്ന് പറയുന്നത് 3/4 ആണ്. 3/4 ഇൻറ്റു 1/5 ചെയ്താൽ മതി അല്ലെ. 5 ആയിട്ട് ഭാഗിച്ചതിൽ ഒരു കപ്പിലെ വെള്ളമാണ് നമുക്ക് എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇനി എങ്ങനെ ചെയ്യുന്നത്? 3നെ 1 കൊണ്ട് ഗുണിക്കുക. 3നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 4 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ് അല്ലെ. 20 ലിറ്റർ. അപ്പൊ 3/20 ലിറ്റർ എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഒരു കപ്പിലുള്ള വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 3/20 ലിറ്റർ ആണ്. ഇനി ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എത്ര കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മില്ലി ലിറ്റർ കേട്ടോ. എത്രയാണ്? 1000 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ നമുക്കിവിടെ കിട്ടിയ സംഖ്യ എത്രയാ നോക്കിക്കേ? 3/20 ആണ്. അപ്പം 3/20 ഇൻറ്റു എത്രയാണ്? 1000 ആണ് കേട്ടോ. 3/20 ഇൻറ്റു എത്ര ചെയ്യണം? 1000 ചെയ്യണം. അപ്പൊ 3 ഇൻറ്റു 1000 എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇൻറ്റു 1000 എന്ന് പറയുന്നത് ആദ്യം എഴുതാം അല്ലെ. 3 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 20 എന്ന് നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ എന്താ ചെയ്താൽ മതി? ഇനി എന്താ ചെയ്യുന്നത്? 0ത്തെ വെട്ടിക്കളയാന്ന് മിസ് ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. ഈ 0 വെട്ടിക്കളയാ. ഇനി ബാക്കിയുള്ളവർ നമുക്ക് എന്ത് എഴുതാം? എടുത്തെഴുതാം കേട്ടോ. 3 ഇൻറ്റു 100 ഉണ്ട് അല്ലെ. ബൈ എത്ര താഴെ കിടക്കുന്നത്? 2 ആണ് കിടക്കുന്നത്. 2ഉം എടുത്തെഴുതുക. വെട്ടിക്കളഞ്ഞ ആളെ പിന്നെ മൈൻഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ഇനി 3നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 300 എന്ന് കിട്ടും. 3നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 300 ബൈ എത്ര വരും? 2 എന്ന് വരും അല്ലെ. ഇനി നമുക്ക് ഹരിച്ചു നോക്കാം. 300 ഹരിക്കണം 2. 300 ഹരിക്കണം എത്രയാണ്? 2. 3ൽ 2 എത്ര പ്രാവശ്യം ഉള്ളത്? ഒരു പ്രാവശ്യമാണ്. 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 ആണ്. ഇനി എന്ത് ചെയ്തു? 3ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 1 ആണ് അല്ലെ. 1ൽ 2 പോകുമോ? ഇല്ല. അപ്പൊ എത്ര ഇറക്കി എഴുതാ? 0 ഇറക്കി എഴുതാ. 10ൽ 2 എത്ര പ്രാവശ്യമാണ്? 5 പ്രാവശ്യമാണ്. 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലെ. ഇനി ഇവിടെ ആര് ബാക്കി കിടപ്പുണ്ട്? 0 എങ്ങോട്ടാണ് കയറ്റി എഴുതേണ്ടത്? മുകളിലോട്ട് കയറ്റി എഴുതുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? 150 മില്ലി ലിറ്റർ എന്ന് കിട്ടും കേട്ടോ. 150 എന്താണ്? മില്ലി ലിറ്റർ ആണ് കേട്ടോ. ഓക്കെ, 150 മില്ലി ലിറ്റർ അവിടെ എഴുതി വെക്കണേ. 150 മില്ലി ലിറ്റർ എന്നാണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തങ്ങ ഒരേപോലുള്ള 5 കഷ്ണങ്ങളാക്കി. ഒരേപോലുള്ള എത്ര കഷ്ണങ്ങളാക്കി? 5 കഷ്ണങ്ങളാക്കി. അതിൽ ഒരു കഷ്ണത്തിനെ വീണ്ടും പകുതിയാക്കി. ഈ 2 കഷ്ണങ്ങളെ ഓരോന്നിനും എത്ര കിലോഗ്രാം വീതം ഭാരമുണ്ട്? അത് എത്ര ഗ്രാം ആണ് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി എടുക്കാം അല്ലെ. എന്താ ക്വസ്റ്റ്യൻ എന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാം. നമ്മുടെ കയ്യിൽ ഒരു തണ്ണിമത്തങ്ങ ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു തണ്ണിമത്തങ്ങ ഉണ്ട്. അപ്പൊ എന്താ ചെയ്തേക്കുന്നത്? ഇതിനെ ഒരേപോലുള്ള 5 കഷ്ണങ്ങളായിട്ട് വീതിച്ചിട്ടുണ്ട്. അപ്പൊ 5 കഷ്ണങ്ങളാക്കാം. 1 2 3 4 5 കേട്ടോ. 5 കഷ്ണങ്ങളായ സെയിം വലുപ്പമാണ്. വലുപ്പത്തിനൊന്നും മാറ്റമില്ല. ഒരേപോലുള്ള 5 കഷ്ണങ്ങളായിട്ട് ഇതിനെ ഭാഗിച്ചു.
അതിൽ ഒരു കഷ്ണത്തിനെ വീണ്ടും പകുതിയാക്കി. അപ്പൊ മിസ് ഇതിൽ നിന്ന് ഒരു കഷ്ണം അങ്ങോട്ട് മാറ്റി വരക്കുകയാണേ. ഇതിൽ നിന്ന് ഒരു കഷ്ണം അങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കുക അല്ലെ. ഓക്കെ, അതിൽ നിന്ന് ഒരു കഷ്ണം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം കേട്ടോ. ഇതിൽ നിന്ന് ഒരു കഷ്ണം മിസ് ഇതാ അങ്ങോട്ട് മാറ്റി വരച്ചു. അതിനെന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും പകുതിയാക്കി. അതിനെന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ജസ്റ്റ് ഒന്നുകൂടെ പകുതിയാക്കി. ഈ രണ്ട് കഷ്ണങ്ങൾ ഓരോന്നിനും എത്ര കിലോഗ്രാം വീതം ഭാരമുണ്ട്? അപ്പൊ ചോദിച്ചേക്കുന്നത് എന്താണ്, നമ്മൾ പകുതിയാക്കിയ ഈ കഷ്ണത്തിനും അതേപോലെ തന്നെ ഈ കഷ്ണത്തിനും എത്ര കിലോഗ്രാം വീതം ഭാരമുണ്ട് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ടോട്ടൽ നമ്മൾ ഈ തണ്ണിമത്തന്റെ ഭാരം എന്ന് പറയുന്നത് എത്ര kg ആന്ന് പറഞ്ഞിട്ടുണ്ട്, 4 kg അല്ലെങ്കിൽ 4 കിലോഗ്രാം ആണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്നുള്ളത് മിസ് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിപ്പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം, ഒരു കഷ്ണത്തിന്റെ ഭാരം എഴുതാം അല്ലെ. അല്ലെങ്കിൽ ആ തണ്ണിമത്തന്റെ ആകെ ഭാരം എഴുതാം. തണ്ണിമത്തങ്ങയുടെ ആകെ ഭാരം, തണ്ണിമത്തങ്ങയുടെ ആകെ ഭാരം. ഓക്കെ, തണ്ണിമത്തങ്ങയുടെ ആകെ ഭാരം എത്രയാണ്, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. എത്രയാണ് ആകെ ഭാരം എന്ന് പറയുന്നത്, എത്രയാണ്, 4 കിലോഗ്രാം ആണ് അല്ലെ. അപ്പം 4 kg എന്ന് എഴുതി കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്, ഒരേപോലുള്ള 5 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരേപോലുള്ള 5 കഷ്ണങ്ങളാക്കിയപ്പോൾ അതിലെ ഒരു കഷ്ണത്തിന്റെ ഭാരം എത്രയാണ് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഒരു കഷ്ണത്തിന്റെ ഭാരം, ഒരു കഷ്ണത്തിന്റെ ഭാരം കേട്ടോ. 5 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണത്തിന്റെ ഭാരമാണേ. ഒരു കഷ്ണത്തിന്റെ ഭാരം, ഒരു കഷ്ണത്തിന്റെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ ഭാരം എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. അപ്പൊ 4നെ എത്ര ഭാഗങ്ങളായിട്ടാണ് മുറിച്ചത്, 5 ഭാഗങ്ങളായിട്ട് മുറിച്ചു. അതിലൊരു കഷ്ണത്തിന്റെയാണ് നമുക്ക് ഭാരം കണക്കാക്കേണ്ടത്. അപ്പൊ എന്താണ്, 4 × 1/5 എന്ന് വരും, ശരിയല്ലേ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്, 4നെ 1 കൊണ്ട് ഗുണിക്കുക. 4നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര എണ്ണയാണ് കിട്ടുന്നത്, 4 തന്നെയാണ്. പിന്നെ ഇവിടെ ബാക്കി ആര് കിടപ്പുണ്ട്, /5 കിടപ്പുണ്ട് അല്ലെ. അപ്പൊ 4/5 kg എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഒന്നിന്റെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്, 4/5 kg ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ വീണ്ടും ചെറുതാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2 കഷ്ണങ്ങളാക്കിയതിലെ ഒരു കഷ്ണത്തിന്റെ ഭാരം എന്ന് എഴുതാം കേട്ടോ. 2 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണത്തിന്റെ ഭാരം, ഒരു കഷ്ണത്തിന്റെ ഭാരം. ഒരു കഷ്ണത്തിന്റെ ഭാരം. ഓക്കെ, 2 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണത്തിന്റെ ഭാരം അല്ലെ. അപ്പൊ നമ്മുടെ ഒന്നിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 4/5 ആണ്. അപ്പൊ 2 കഷ്ണങ്ങളാക്കുമ്പോ എങ്ങനെ വരും, 4/5. 2 കഷ്ണങ്ങളാക്കുമ്പോ പകുതി, ഹാഫ് വീതം അല്ലെ. അപ്പൊ 4/5 × 1/2 എന്ന് എഴുതാം അല്ലെ. 4നെ 1 കൊണ്ട് ഗുണിക്കുമ്പോ എത്രയാണ്, 4 തന്നെയാണ്. 4/5 × 2 അല്ലെങ്കിൽ 5 ഗുണിക്കണം 2 എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ് അല്ലെ. അപ്പൊ എത്ര കിട്ടും, 4/10 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. 4ന്റെ ടേബിളിലുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, 4നെ ആരെ വെച്ച് നമുക്ക് ചെറുതാക്കാം, 2നെ വെച്ച് ചെറുതാക്കാം അല്ലെ. 4ൽ എത്ര 2 ഉണ്ട്, 2 2ആണുള്ളത് അല്ലെ. അപ്പൊ 2/10 എത്ര 2 ഉണ്ട്, 5 2 ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും, 2/5 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഒരു കഷ്ണത്തിന്റെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്, 2/5 kg ആണ് കേട്ടോ. 2 എത്ര kg ആണ്, 2/5 kg ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇതിന്റെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എത്ര കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്, 1000 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എങ്ങനെ വരും, 2/5 × 1000 എന്ന് വരും അല്ലെ, ശരിയാണോ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്, 2 × 1000 എന്ന് പറയുന്നത് എത്രയാണ്, 2 × 1000 ഡിവൈഡഡ് ബൈ എത്രയാണ്, 5 അല്ലെ. 2 × 1000 എന്ന് പറയുന്നത് എത്രയാണ്, 2000 ആണ്. അപ്പൊ 2000 ഡിവൈഡഡ് ബൈ എത്ര വരും, 5 എന്ന് വരും, ശരിയല്ലേ. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം കേട്ടോ. അപ്പൊ മിസ് ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് വായിക്കുകയാണേ. ഈ സൈഡിലുള്ള ജസ്റ്റ് മിസ് അങ്ങ് വായിച്ചു കളഞ്ഞതാണ്, നിങ്ങൾ നോക്കി എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, 2000 ഹരിക്കണം എത്രയാണ്, 5 എന്ന് വരും അല്ലെ. ശ്രദ്ധിച്ചേ, 2ൽ 5 പോകുമോ, ഇല്ല അല്ലെ. അപ്പം അടുത്ത ആളെയും കൂടെ കൂട്ടിയിട്ട് എടുക്കുക. 20ൽ 5 എത്ര പ്രാവശ്യമാണ് പോകുന്നത്, 5 പ്രാവശ്യം ഉണ്ട്. 20ൽ 5 എത്ര പ്രാവശ്യമാണ്, 5 പ്രാവശ്യമല്ല 4 പ്രാവശ്യം അല്ലെ. 20ൽ 5 4 പ്രാവശ്യം.
20 5 4 പ്രാവശ്യം പോകും അല്ലേ. ഓക്കെ, അപ്പൊ എത്ര വരും? ഇവിടെ 20 വരും. പിന്നെ ഇവിടെ ബാക്കി കിടക്കുന്ന ആരാണ്? 2 0 ആണ്. 2 0 ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ മതി, മുകളിലോട്ട് എടുത്ത് എഴുതിയാൽ മതി അല്ലേ. അപ്പൊ എത്രയാണ്? 400 ഗ്രാം എന്ന് വരും കേട്ടോ. 400 എന്ത് വരും? 400 ഗ്രാം എന്ന് വരും കേട്ടോ. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് അടുത്ത ദിവസത്തിലോട്ട് പോവേ. ഒരു പാത്രത്തിൽ നിറച്ച പാല് ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. അപ്പൊ ഒരു പാത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാല് നിറച്ചിട്ടുണ്ട്, പാലുണ്ട്. അതെന്ത് ചെയ്തു? 3 ഒരേ വലിപ്പമുള്ള കുപ്പിയിലേക്ക് നിറച്ചിട്ടുണ്ട്. ഓരോ കുപ്പിയിലെയും പാല് ഒരേ വലിപ്പമുള്ള 4 കപ്പുകളിൽ നിറച്ചു. ഒരു കപ്പിലുള്ള പാല് ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ ഒരു പാത്രം ഉണ്ട്, മിസ് ഒരു പാത്രം എടുത്തു. ഒരു പാത്രത്തിൽ എന്തുണ്ട്? നിറച്ച് പാലുണ്ട്. ഇനി എന്താ ചെയ്തേക്കുന്നത്? ഈ പാൽ എന്താ ചെയ്തേക്കുന്നത്? ഒരു പാത്രത്തിൽ നിറച്ച പാല് ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. അപ്പൊ ഒരേ വലിപ്പമുള്ള 3 കുപ്പികൾ വരയ്ക്കാവേ. 1 2 3. കുപ്പി കുറച്ച് വലുതായി പോയി അല്ലെ. അപ്പൊ ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിലേക്ക് നിറച്ചിട്ടുണ്ട്. 1 2 3 കുപ്പിയിലേക്ക് നിറച്ചു. ഓരോ കുപ്പിയിലെയും പാല് ഒരേ വലിപ്പമുള്ള 4 കപ്പുകളിൽ നിറച്ചു. ഇനി എന്താണ്? അപ്പൊ ഈ ഒരു കുപ്പിയിലെ പാലെന്ന് പറയുന്നത് എന്ത് ചെയ്തു? 4 കുഞ്ഞ കപ്പുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിറച്ചിട്ടുണ്ട്. 4 കുഞ്ഞ കപ്പുകളിലേക്ക് എന്ത് ചെയ്തു? നിറച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ചോദിച്ചേക്കുന്നത്, ഒരു കപ്പിലുള്ള പാല് ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ്? അപ്പം ചോദിച്ചേക്കുന്നത് ഇവര് തമ്മിലുള്ള കണക്ഷനാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. എന്താണ്? ഈ ഒരു കപ്പില് എത്ര പാലുള്ള, ഈ കപ്പിലുള്ള പാലിന്റെ അളവ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പാൽ ഒഴിച്ച പാത്രമില്ലേ, ഈ പാത്രത്തിന്റെ അല്ലെങ്കിൽ ഈ പാത്രത്തിലുള്ള പാലിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ കപ്പിലുള്ള പാല് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എടുത്ത പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെയ്തു പോവാം. എങ്ങനെ ചെയ്യുന്നത്? സ്റ്റെപ്പ് പറഞ്ഞു നോക്കിക്കേ. ഓക്കെ, എങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള പാലിന്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ കയ്യിലുള്ള പാലിന്റെ അളവെന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേടാ. എത്രയുണ്ട്? ഒരു പാത്രത്തിൽ നിറച്ച പാല് ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു അല്ലേ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവേ. എങ്ങനെയാന്ന് വെച്ചാല് 3 കുപ്പികളിൽ നിറയ്ക്കുമ്പോൾ എത്ര വരും? 1/3 എന്ന് വരും അല്ലെ. 3 കുപ്പികളിൽ നിറയ്ക്കുമ്പോൾ എന്താണ്? ഒരു കുപ്പിയുടെ അളവ് കാണാൻ 1/3 ആണ്. ഇനി അത് എത്ര കപ്പിലേക്ക് നിറച്ചിട്ടുണ്ട്? 4 കപ്പിലേക്ക് നിറച്ചിട്ടുണ്ട്. അപ്പൊ 4 കപ്പിലേക്ക് നിറയ്ക്കുമ്പോൾ എത്ര ചെയ്താൽ മതി? 1/4 അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിനെ തമ്മിൽ ഗുണിച്ചാൽ മതി. ഇത് തമ്മിൽ ഗുണിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ പാത്രത്തിൽ നിന്ന് എത്ര ഭാഗമാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് പിടികിട്ടും. 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് കേട്ടോ. അപ്പൊ എത്രയാണ്? എത്ര ഭാഗമാണ്? 12 ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ. 12 സെന്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരയ്ക്കുക. അപ്പൊ ഇത് നമുക്ക് വരയ്ക്കാനാണ് കേട്ടോ. അപ്പൊ വരയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളേ. AB-യുടെ 2/3 ഭാഗമായി AC അടയാളപ്പെടുത്തുക. AC-യുടെ 1/4 ഭാഗമായി AD അടയാളപ്പെടുത്തുക. AB-യുടെ എത്ര ഭാഗമാണ് AD? അപ്പൊ കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ആദ്യം നമുക്ക് AB എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. AB എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? AB = 12 സെന്റിമീറ്റർ ആണ് അല്ലെ. AB എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 12 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? AB-യുടെ 2/3 ഭാഗമാണ് AC എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് AC കണ്ടുപിടിക്കാലോ. AC എങ്ങനെ കണ്ടുപിടിക്കുന്നത്? AB എന്ന് പറയുന്നത് 12 ആണ്. 12ന്റെ 2/3 ഭാഗമാണ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? 12 × 2 ചെയ്യുക. ഡിവൈഡഡ് ബൈ എത്രയാണ്? 3 ചെയ്യുക അല്ലെ. 12 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 24 എന്ന് വരും അല്ലെ. 24/3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 7 സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടും? 7 സെന്റിമീറ്റർ എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 7 അല്ല 8 സെന്റിമീറ്റർ ആണ് അല്ലെ. സോറി, 7 അല്ല 8 സെന്റിമീറ്റർ എന്ന് വരുവേ.
8 സെന്റിമീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് എടുത്ത് നോക്കിക്കേ. അപ്പൊ നമ്മൾ എ ബിയുടെ നീളം കണ്ടുപിടിച്ചു, അതേപോലെ ആരുടെ നീളം കണ്ടുപിടിച്ചിട്ടുണ്ട്, എ സിയുടെയും നീളം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ഇനി എ ഡിയുടെ നീളമാണ് കണക്കാക്കേണ്ടത്. ആരുടെ നീളമാണ്, എ ഡിയുടെ നീളം. ഒന്ന് ശ്രദ്ധിക്കണേ, എ സിയുടെ 1/4 ഭാഗമാണെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്തിന്റെ 1/4 ഭാഗമാണ്, എ സിയുടെ 1/4 ഭാഗമാണ്. എ സി എത്രയാണെന്ന് ശ്രദ്ധിച്ചേ. എ സി എത്രയാണ്, 8 ആണ് അല്ലെ. 8ന്റെ എത്രയാ പറഞ്ഞേക്കുന്നത്, 1/4 ഭാഗം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്, 8 × 1 എന്ന് എഴുതാം അല്ലെ. 8 × 1 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന സംഖ്യ എത്രയാണ്, 4 ആണ് അല്ലെ. അപ്പൊ 8 × 1 എന്ന് പറയുന്നത് എത്രയാണ്, 8 തന്നെയാണ്. 8 എത്ര വരും, 4 എന്ന് വരും. 8/4 എന്ന് പറയുന്നത് എത്രയാണ്, 2 സെന്റിമീറ്റർ ആണ് കേട്ടോ. 8/4 എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്, 2 സെന്റിമീറ്റർ ആണ്. ഇനി എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് മിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ് അല്ലെ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, 12 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക, ശരിയല്ലേ. ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്ന അടുത്ത് എന്താണ്, എ സി ആണ് ആദ്യം അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പൊ ഇതിന് പേര് കൊടുക്കണം, എ എന്നും ബി എന്നും പേര് കൊടുക്കുക. അടുത്ത നമ്മളോട് പറഞ്ഞേക്കുന്നത് എ സി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, 8 സെന്റിമീറ്റർ ആയതുകൊണ്ട് എയിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങി സ്കെയിൽ ഇവിടെ വെക്കുക. ഏകദേശം 8 സെന്റിമീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് ലൈൻ വരക്കുക കേട്ടോ. എന്നിട്ട് അവിടെ സി എന്ന് രേഖപ്പെടുത്തുക. അവിടെ എന്താ രേഖപ്പെടുത്തേണ്ടത്, സി എന്ന് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് അടുത്ത് നമുക്ക് വരയ്ക്കേണ്ടത് ആരാണ്, എ ഡി ആണ് അല്ലെ. എ ഡി എന്ന് പറയുന്നത് എത്രയാണ്, 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ എയിൽ സ്കെയിൽ വെക്കുക. ഏകദേശം 2 സെന്റിമീറ്റർ ദൂരം എത്തുമ്പോൾ അവിടെ ഡി എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുക കേട്ടോ. 2 സെന്റിമീറ്റർ ദൂരം എത്തുമ്പോൾ അവിടെ എന്താണ്, ഡി എന്ന് പറയുന്ന ഒരു പോയിന്റും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരച്ച് സെറ്റാക്കി. ഇനി ജസ്റ്റ് ഒരു ചെറിയ ഭാഗം കൂടെ അവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചേക്കുന്നത്, എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്ന് പറയുന്നത്. എ ബിയുടെ എത്ര ഭാഗം എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ എ ഡി എത്ര സെന്റിമീറ്റർ നമുക്ക് കിട്ടിയത്, 2 സെന്റിമീറ്റർ എന്നാ കിട്ടിയേക്കുന്നത് അല്ലെ. എ ഡി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. എ ബി എന്ന് പറയുന്നത് എത്രയാണ്, 12 ആണ് അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. എ ഡി എന്ന് പറയുന്നത് 2ഉം അതേപോലെ എ ബി 12ഉം ആയതുകൊണ്ട് 2 ഹരിക്കണം 12 ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്താണ്, 2ൽ 2 എത്ര പ്രാവശ്യമാണ്, 1 പ്രാവശ്യമാണ് അല്ലെ. ഇനി 12ൽ 2 എത്ര പ്രാവശ്യമാണ്, 6 പ്രാവശ്യമാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1/6 ഭാഗമായിരിക്കും എന്ന് കിട്ടും കേട്ടോ. എ ബിയുടെ 1/6 ഭാഗമായിരിക്കും ആരെന്ന് പറയുന്നത്, എ ഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം അല്ലെ. ഇത് അതിലും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് എഴുതാൻ നോക്കാം. ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഗുണനക്രിയയിലൂടെ കണക്കാക്കുക. അപ്പൊ ചുവടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്, നിങ്ങളോട് ഗുണനക്രിയയിലൂടെ കണക്കാക്കാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ എത്രയാണ്, 2/5ന്റെ 3/7 ഭാഗമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 2/7ന്റെ 3/5 ഭാഗം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 3/4ന്റെ 2/3 ഭാഗം. ലാസ്റ്റ് ക്വസ്റ്റ്യനോ 3/10ന്റെ 5/6 ഭാഗം എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ 2/5ന്റെ എത്ര ഭാഗം എന്നാ പറഞ്ഞേക്കുന്നത്, 3/7 ഭാഗം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 2/5 × 3/7 എന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 2നെ 3 കൊണ്ട് ഗുണിക്കുക. 2നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് മിസ് ഇങ്ങനെ എഴുതാവേ, 2 × 3 ഡിവൈഡഡ് ബൈ 5നെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്താണ്, 5 × 7 എന്ന് കിട്ടും അല്ലെ. ഇനി 2നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്, 6 ആണ്. 6/5 × 7 എന്ന് പറയുന്നത് എത്രയാണ്, 35 ആണ് കേട്ടോ. റെഡി ആണോ, സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്, 2/7ന്റെ 3/5 ഭാഗം ചെയ്യാൻ പറ്റുമല്ലോ. 2/7 ഗുണിക്കണം എത്രയാണ്, 3/5 എന്ന് വരും അല്ലെ. ശരിയല്ലേ. ഇനി ഏതൊക്കെ തമ്മിലാണ് ഗുണിക്കേണ്ടത്, 2നെ 3 കൊണ്ട് ഗുണിക്കുക അല്ലെ. 2 × 3/5, 7നെ ഏത് കൊണ്ട് ഗുണിക്കുക, 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 7 × 5 എന്ന് വരും. വീണ്ടും 2 × 3 എന്ന് പറയുന്നത് എത്രയാണ്, 6 തന്നെയാണ്. 7 × 5 എന്ന് പറയുന്നത് എത്രയാണ്, 35 ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ, സെയിം ആൻസർ ആണ്. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ 2നെ വെച്ച് നമുക്ക് 6നെ ചെറുതാക്കാം, പക്ഷെ എന്തിനെ ചെറുതാക്കാൻ പറ്റില്ല, 35നെ ചെറുതാക്കാൻ പറ്റില്ല.
അപ്പൊ എന്താണ് 6:35 വരുന്ന ടേബിൾ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ വീണ്ടും മിസ് ചെറുതാക്കി എഴുതാത്തത്. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോയാലോ. അടുത്ത എന്താണ് 3/4 2/3 ഭാഗം. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞേ. 3/4 ഇൻറ്റു 2/3 എന്ന് വരും അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 3 ഇൻറ്റു 2 ആണ് അല്ലെ. 3 ഇൻറ്റു 2 ബൈ 4 ഇൻറ്റു 3. 4 ഇൻറ്റു എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 6 എത്രയാണ്? 12 എന്ന് വരും അല്ലെ. 6 എത്ര വരും? 12. ഇതിനെ നമുക്ക് ചെറുതാക്കാലോ. 6നെ 2 വെച്ച് നമുക്ക് ചെറുതാക്കാം അല്ലെ. അപ്പൊ 6ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട് അല്ലെ. ഇനി 12ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യമുണ്ട്. അപ്പൊ എത്ര വന്നു? 3/4 എന്ന് കിട്ടി കേട്ടോ. ഇനി ലാസ്റ്റ് കൊണ്ട് എന്താണ്? 3/10. 3/10 എത്ര ഭാഗം എന്ന് പറഞ്ഞേക്കുന്നത്? 5/6 ഭാഗം എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞേ. 3നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 3 ഇൻറ്റു 5 ബൈ മീൻസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. 10നെ എത്ര കൊണ്ട് ഗുണിക്കുക? 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 10 ഇൻറ്റു എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലെ. 3നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 15 ആണ്. 15/10 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ് കേട്ടോ. അപ്പൊ 15നെ ഇതിന് നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? 2 വെച്ച് ചെറുതാക്കണ്ട. പക്ഷെ എത്ര വെച്ച് ചെറുതാക്കാൻ പറ്റും? 5 വെച്ചിട്ട് ചെറുതാക്കാം അല്ലെ. 15ൽ എത്ര 5 ഉണ്ട്? 15ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമാണ് ഉള്ളത് അല്ലെ. ഇനി 60ലാണെങ്കിൽ എത്ര പ്രാവശ്യമാണുള്ളത്? നമുക്കൊന്ന് ഹരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ ഹരിച്ച് നോക്കിയിട്ട് ചെയ്യുന്നേ? 60 ഹരിക്കണം എത്രയാണ്? 60 ഹരിക്കണം എത്രയാണ്? 5 വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ മുകളിൽ ഏത് സംഖ്യ വെച്ചിട്ടാണ് ചെറുതാക്കുന്നത് അതേ സംഖ്യ വെച്ചിട്ട് തന്നെ നമ്മൾ താഴെയും ചെറുതാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ 6ൽ 5 എത്ര പ്രാവശ്യമാണ്? 1 പ്രാവശ്യം. 1 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് കേട്ടോ. ഇനി 6ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 1 ആണ്. 1ൽ 5 പോവില്ല. അപ്പം 0 കൂടെ ഇറക്കി എഴുതി. 10ൽ 5 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. അപ്പൊ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 12 എന്ന ആൻസർ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ 10 വരും. ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പം 12 എന്ന ആൻസർ കിട്ടും. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കുന്നത്? 3ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 1 പ്രാവശ്യമുണ്ട്. 12ൽ 3 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യമുണ്ട്. അപ്പൊ 1/4 എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്ഷനുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്